കുട്ടികളൊക്കെ എന്ത് പെട്ടെന്നല്ലേ വളരുന്നത്. എൻ്റെ മോൻ ദാ കണ്ടില്ലേ ഇപ്പം തനിയെ പല്ലൊക്കെ തേച്ച് തുടങ്ങി കേട്ടോ. ഒരുവിധപ്പെട്ട അവൻ്റെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തനിച്ച് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. എൻ്റെ ഒരു പ്രീമച്ചർ ഡെലിവറി ആയിരുന്നു കേട്ടോ ആദ്യത്തേത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോർമലായിട്ടുള്ള കുട്ടികളെക്കാട്ടിലും ആക്ടിവിറ്റീസൊക്കെ കുറച്ച് ലേറ്റായിട്ടായിരിക്കും എൻ്റെ മോനുണ്ടാവുക. അപ്പം അത് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നിങ്ങനെ പറഞ്ഞു. എന്നാലും എൻ്റെ മോൻ അപ്പോൾ നമുക്ക് കേട്ടപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്കതൊക്കെ അവൻ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സ്വയം ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതിനനുസരിച്ച് ചെറിയൊരു സങ്കടം ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ അവൻ തനിയെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മോനങ്ങ് വളർന്നു പോയല്ലോ. അവൻ്റെ ആ ചെറിയ പ്രായം അതൊന്നും ഇനി നമുക്ക് തിരിച്ച് കിട്ടില്ലല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ചെറിയൊരു വിഷമം കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ പോലെ തന്നെ ഇന്ന് അംഗനവാടി പോകാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്ക് ഈ രാവിലെ എണീക്കുമ്പം തണുപ്പൊക്കെ ഇപ്പോൾ മഴക്കാലമൊക്കെ ഇല്ലേ, തണുപ്പൊക്കെ ആകുമ്പോഴത്തേനും എനിക്ക് നല്ലോണം ജലദോഷം പിടിക്കും. ഇപ്പോൾ ഈ ഒരു സിട്രസിൻ്റെ ഈ ഒരു ഗുളികയില്ലാണ്ട് എനിക്കൊരു ജീവിതം ഇല്ലെന്നുള്ള രീതിയായി കേട്ടോ. ഇന്ന് കുറച്ച് വെയിലൊക്കെ ഉണ്ടായിരുന്നു, മഴ ഇന്ന് ഇച്ചിരി കുറവായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലോണം ജലദോഷം പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു മരുന്നൊക്കെ എടുത്ത് കഴിച്ചിട്ട് പിന്നെ കുഞ്ഞിനാണെങ്കിൽ ഒരു ശീലമുണ്ട്, ഇന്ന് സ്വാമിയുടെ വഞ്ചിയിൽ കൊണ്ടുവന്ന് പൈസ ഒഴിഞ്ഞിട്ട് കേട്ടോ. ആൾ തലക്കിഴിയുന്നതാണ് ഈ കാണുന്നത്. അപ്പം തലക്കിഴിയുന്ന ഓരോ ഇങ്ങനെ ഒഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് വഞ്ചിയിൽ ഇട്ടിട്ടാണ് അംഗനവാടിയിൽ പോകുക കേട്ടോ. എൻ്റെ പപ്പ ശീലിപ്പിച്ചൊരു ശീലമാണ് കേട്ടോ. അവർ രണ്ടുപേരും മാറി മാറി ഇങ്ങനെ അവന് കിട്ടുന്ന പൈസയ്ക്ക് അവൻ വഞ്ചി കുടിക്കാൻ കൊണ്ടിടും കേട്ടോ. അപ്പം എനിക്കാണെങ്കിൽ അവനിങ്ങനെ കുറിയൊക്കെ തൊട്ട് ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കഴിവതും അവനെ കുളിപ്പിച്ച് കുറിയൊക്കെ തൊട്ടിട്ടാണ് കേട്ടോ അംഗനവാടിയിലൊക്കെ വിടുന്നത്. വേറൊന്നുമല്ല, അങ്ങനെ അവനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ഐശ്വര്യമൊക്കെ തോന്നും കേട്ടോ. അവനും അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുറേ ദിവസം തൊടാനായിട്ട് പറ്റിയില്ലെങ്കിൽ അവൻ എൻ്റെ അടുത്തൊന്ന് കുറി തൊട്ട് കൊടുക്കുന്നൊക്കെ പറയും കേട്ടോ. നമ്മൾ പിന്നെ അമ്പലത്തിലൊക്കെ പോകുമ്പോഴും ഇങ്ങനെ കുറി തൊട്ടിട്ട് പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രസാദമായിട്ട് കിട്ടുന്ന പൂവൊക്കെ നമ്മൾ ചെവിയിലൊക്കെ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പം എൻ്റെ ഉണ്ണിപ്പെണ്ണ് ഇതാ ഓണം, ഞങ്ങൾ അംഗനവാടി പോകാൻ റെഡിയായിട്ടിരിക്കുക കേട്ടോ. ഉണ്ണിപ്പെണ്ണിനാണെങ്കിൽ ടർക്കിയൊക്കെ തലയിൽ കൂടി ഇട്ടാൽ ഭയങ്കര സന്തോഷം കേട്ടോ. ഉടനെ ടാറ്റുവാന്ന് മനസ്സിലാവും. പിന്നെ നമ്മൾ രാവിലെ ഇട്ട ചായ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഞാൻ അപ്പം കുഞ്ഞിനെ അംഗനവാടിയിലൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നപ്പോൾ ചായ ഒന്ന് ചൂടാക്കിയിട്ടാണ് കുടിക്കാനായിട്ട്. പിന്നെ ഉച്ചക്കലത്തേക്ക് നമുക്ക് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പം ഞാനാണെങ്കിൽ ഞങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ. കുഞ്ഞൻ പിന്നെ അംഗനവാടിയിൽ നിന്നല്ലേ ഫുഡ് കഴിക്കും. അപ്പം ഞാൻ എനിക്ക് ഉണ്ണിപ്പെണ്ണുള്ള 2 മുട്ട വാങ്ങി കേട്ടോ. പിന്നെ കുറച്ച് ജസ്റ്റ് ജലീല മുട്ടായി വാങ്ങി. അപ്പം ഇത് ഫുള്ളും അവളുടെ ഉണ്ണിപ്പെണ്ണിൻ്റെ കയ്യിൽ കൊടുക്കാനായിട്ട് അവൾ വാശി പിടിച്ചു കേട്ടോ. അതിനെയാണ് പിന്നെ കൊടുത്തപ്പോൾ അവൾ വാങ്ങിച്ചുള്ളത്, തട്ടിത്തെറിപ്പിച്ച് കളഞ്ഞു. അപ്പം ഞാനിന്ന് മോര് കഴിച്ചിട്ട് മുട്ട വറുക്കാമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ പാചകത്തിലോട്ടൊക്കെ കിടക്കണമെങ്കിൽ എൻ്റെ ഈ കുഞ്ഞ് പോരാളിനെ ഉറക്കാണ്ട് പറ്റത്തില്ല കേട്ടോ. അപ്പം ഞാൻ അവളെ കുളിപ്പിച്ച് റെഡിയാക്കി കൊണ്ട് നിർത്തിയിട്ടുണ്ടോ. നമുക്കിവിടെ ഡ്രസ്സ് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മഴവെള്ളമൊക്കെ താണ്ടി തെങ്ങിൻമുട്ടിലോട്ടാണ് കേട്ടോ വന്ന് വീഴാറ്. പിന്നെ നമ്മുടെ വീട്ടിൽ കുറച്ച് തോരൻപരിപ്പ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തോരൻപരിപ്പ് വെച്ചിട്ടൊരു കറിയാക്കാമെന്ന് കരുതി. നമ്മൾ തൃശ്ശൂർ വീട്ടിൽ നിന്നപ്പോൾ പഠിച്ചൊരു റെസിപ്പിയാണ് കേട്ടോ. പരിപ്പ് കുത്തി കാച്ചിയെന്ന് പറയും. ഇവിടെ ഉള്ളവർ ഇങ്ങനത്തെ കറി ഉണ്ടാക്കി ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വീട്ടിൽ ഞാൻ മാത്രം തനിച്ചൊക്കെ ആകുമ്പോൾ ഇങ്ങനെയുള്ള തട്ടിക്കൂട്ട് കറികളൊക്കെ ആകും കേട്ടോ ഉണ്ടാക്കുക. കൂടുതലും പറഞ്ഞാൽ എനിക്ക് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെ ഉണ്ണിപ്പെണ്ണ് എന്താ കഴിക്കാം, അതുകൊണ്ട് എനിക്ക് ഭയങ്കര മടിയും കൂടി തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തട്ടിക്കൂട്ട് കറികളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ തലേന്നത്തെ മീൻ കറിയും പിന്നെ മോര് വെച്ചതൊക്കെ ഉണ്ട്. തലേന്നത്തെ മീൻ കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. മുളക് ഇട്ട മീൻ കറി ചട്ടിയിലൊക്കെ ചോറിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചട്ടിച്ചോറൊക്കെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡൊക്കെ അല്ലേ. അപ്പം ചട്ടിയിൽ ഇങ്ങനെ പഴഞ്ചോറൊക്കെ ഉള്ളപ്പോൾ ഞാനിങ്ങനെ പഴഞ്ചോറിൽ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് തലേന്ന് വെച്ചിരുന്നിട്ട് പിറ്റേ ദിവസം പഴഞ്ചോറായിട്ട് ചട്ടിയിലൊക്കെ ഇട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എപ്പം കഴിക്കാനായിട്ട് ഇരുന്നാലും കുഞ്ഞിപ്പെണ്ണ് ഉറങ്ങുന്ന സമയമാണെങ്കിൽ അവൾ ആ നേരെ ഉറക്കം ഉണർന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഡെസ്കിൻ്റെ അടിയിൽ വന്ന് നിന്നിട്ട് അവളെ എടുക്കാനായിട്ടുള്ള വാശി കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ പിന്നെ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പണികളൊക്കെ ഒതുക്കി പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോകാനുണ്ട്. അതിനായിട്ടാണ് കേട്ടോ ഞാൻ ഈ റെഡി ആവുന്നത്. പിന്നെ എന്താണെന്ന് അറിയില്ല, എൻ്റെ മുടിയിൽ മാത്രമേ ഉള്ളൂ ഞാൻ പരീക്ഷണങ്ങളൊന്നും ഇതുവരെയും ചെയ്യാത്തത്. മുഖത്ത് കുറേ പരീക്ഷണങ്ങൾ ചെയ്ത് ഈ ഒരു പരുവൊക്കെ ആയിട്ടിരിക്കുകയാണ്. സ്കിന്നാകെ ഡാമേജ് ആണ് കേട്ടോ. എൻ്റെ ഫേസ് കണ്ട് എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കും ഓൾറെഡി. പിന്നെ എൻ്റെ മുടി ഇപ്പം നല്ലോണം കൊഴിയുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഞാനധികം ഈ ഷാമ്പൂ ഒന്നും അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. കൂടുതലും ഞാൻ ഈ ചെമ്പരത്തി തലയൊക്കെയാണ് കേട്ടോ കൂടുതലും യൂസ് ചെയ്യാറ്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, നല്ലോണം മുടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. മുടിയൊക്കെ ഇങ്ങനെ ഈ ഉടക്ക് വീണിട്ട് ഇങ്ങനെ പൊട്ടിപ്പോയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ലോണം. എനിക്ക് ഈ മുടിയൊക്കെ പൊഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. ഈ പൊഴിയുന്ന മുടിയെല്ലാം ഞാൻ ശേഖരിച്ചിട്ട് കളയത്തൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഇങ്ങനെ കൊണ്ടുവന്ന് മണ്ണിലേക്ക് കുഴിച്ചിടുകയാണ് പതിവ്. എനിക്ക് അത്രയ്ക്കും സങ്കടമാണ് എൻ്റെ ഒരു മുടി പൊഴിഞ്ഞു പോകണതൊക്കെ. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. മുടി വെട്ടുന്നതും ഭയങ്കര സങ്കടമാണ് കേട്ടോ. പിന്നെ ഈ നാച്ചുറലായിട്ടുള്ള ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ മുടിയിൽ പരീക്ഷിച്ച് നോക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പോൾ ഉണ്ണിപ്പെണ്ണാണെങ്കിൽ അവളെ ഒരു കാത്തേന് ഇങ്ങനെ വാശി പിടിക്കണം. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ എടുത്തിട്ടപ്പോൾ അവളെ തനിച്ചാക്കി ഞാൻ എവിടെ പോകുമെന്ന് വിചാരിച്ചിട്ടാന്ന് തോന്നുന്നു ആശാട്ടി എൻ്റെ മേത്ത് നിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവൾക്ക് ഈ ടർക്കിയൊക്കെ ഇട്ട് പുതപ്പിച്ച് ചെയ്യുമ്പോൾ അവൾക്ക് നല്ലോണം അറിയാം അവളെയും കൂടി ടാറ്റ കൊണ്ടുപോകുന്നു. നടന്നിട്ടായിരുന്നു കേട്ടോ പോയത്. അപ്പം അവളെ എടുത്തുകൊണ്ട് നടന്നതിന് നല്ല ക്ഷീണം കൊണ്ട് ഞാൻ കുറച്ച് നേരം വന്ന് കിടന്നു. അപ്പോൾ രണ്ടും കൂടി വന്ന് എൻ്റെ മേത്ത് കിടന്ന് കുത്തിമറിച്ചിലായിരുന്നു കേട്ടോ. കളിച്ചുള്ള ക്ഷീണം കൊണ്ട് അവരും നടന്നതിൻ്റെ ക്ഷീണം കൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി കുറച്ച് നേരം അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഉണർന്ന് നോക്കുമ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ നോക്കി വന്നപ്പോൾ ഉണ്ടടാ ഇവിടെ ഒരാൾ പായിക്കകത്ത് ഗോഡൗണൊക്കെ സെറ്റ് ചെയ്തു അതിനകത്ത് കയറി ഇരിപ്പായിരുന്നു കേട്ടോ. അവൻ മാൽപ്പം ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നത് കണ്ടപ്പം സത്യം പറഞ്ഞാൽ ചെറുതായിട്ട് എനിക്ക് മനസ്സിലൊരു വിഷമം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഉണ്ണിപ്പെണ്ണ് ആയതിന് ശേഷം എനിക്ക് പലപ്പോഴും എൻ്റെ മോനെ അധികം അത്രയ്ക്ക് അങ്ങ് പഴയ പോലെ കെയർ കൊടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇളയ മോള് തീരെ കുഞ്ഞല്ലേ. അപ്പോൾ അവളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ ഇടയ്ക്കൊക്കെ ചിലപ്പോഴൊക്കെ അവൻ്റെ കാര്യങ്ങൾ ഞാൻ വിട്ടു പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്നാലും ഞാൻ കഴിവതും അവനെ ഒറ്റപ്പെടുത്താതിരിക്കാനൊക്കെ മാക്സിമം ശ്രമിക്കാറുണ്ട് കേട്ടോ. എപ്പോഴും ഇളയ കുഞ്ഞിനെ ലാളിക്കുന്നതിനോടൊപ്പം എൻ്റെ മോനെയും കൂടി ചേർത്ത് പിടിക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ മാത്രമല്ല അവൻ്റെ പപ്പയും ഞങ്ങൾ രണ്ടുപേരും അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അവനൊരു ഒറ്റപ്പെടലോ
അങ്ങനെയൊന്നും ഫീൽ ചെയ്യാതിരിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.